മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് മെയ് 17 ആണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആലുവയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. മോർണിംഗ് ഒരു പ്രകൃതി കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നല്ല തണുപ്പും കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവാണ്. ഞങ്ങളൊരു മൂന്നാറിൻ്റെ ഒരു ലെവലിലുള്ള തണുപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാലും രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. രാവിലെയാണ് നമുക്കൊരു മൂന്നാറിലെത്തിയൊരു ഫീലുണ്ടായിരുന്നു ഈ ഭാഗത്തും. അപ്പം ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി കുറച്ച് ദൂരം അങ്ങനെയും നടന്നു. ഇന്നലെ ഈവനിങ് കണ്ട പുഴയുടെ തീരമാണിത്. പുഴയുടെ വെള്ളമൊക്കെ ഭയങ്കര കലങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാറകളിലോട്ട് പോകാം. അപ്പം ഞാൻ പതുക്കെ അവിടെ പോയി നിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി തന്നത് ദോശയും ഉണ്ടായിരുന്നു, ഇഡ്ഡലിയും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് റെഡിയാവാൻ തുടങ്ങി. ഏറ്റവും വേഗം തന്നെ ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആകുമ്പോൾ ഏകദേശം തിരക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളുടെ പാക്കപ്പൊക്കെ ചെയ്തിട്ട് വേഗം റെഡിയായി. പ്ലാൻ വാട്ട് ഇസ് ദ പ്ലാൻ? ഞങ്ങൾ ഇനി വട്ടവട പോവുകയാണ്. പോയിട്ട് അവിടെ റിസോർട്ട്, അവിടെയൊക്കെ കറങ്ങി ചുറ്റി റിസോർട്ടിലോട്ട് പോകും. പിന്നെ നാളെ ലേറ്റായിട്ട് ഞങ്ങൾ കുറച്ച് സൈറ്റ് സീയിങ് കണ്ട് ആലുവ പോകും. അങ്ങനെയാണ് പ്ലാൻ. വട്ടവടയിലേക്കുള്ള യാത്രേൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഒരുപാട് പേര് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റിലെത്തി. നല്ല കോടമഞ്ഞൊക്കെ മൂടിയിരിക്കുന്ന കുന്നിൻ ചെരുവായിരുന്നു. മേലെ നിന്നുള്ള നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തിയ കൂട്ടത്തിൽ ഞങ്ങളും വണ്ടി നിർത്തി ആ തേയില തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫാമിലിയായിട്ട് തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചൂസ് ചെയ്തില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കൂടുതൽ യാത്ര തുടങ്ങി. കാരണം വട്ടവടയിലോട്ട് നമുക്ക് കുറച്ച് നേരത്തെ എത്തണമായിരുന്നു, ട്രാഫിക്കും കൂടെ കടന്നിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോരാന്ന് ഓർത്തു. കഴിക്കുന്നുണ്ട്.
പറടാ. ഇത് നമ്മുടെ ഏട്ടൻ. എന്തൊരു ആർട്ടിഫിഷ്യൽ ചിരിയാണ്. പിന്നെ നമ്മുടെ ദേവൂട്ടൻ ചേച്ചി, പിന്നെ മുത്തൂട്ടി ടിക്കി ടിക്കി ടിക്കി, പിന്നെ എന്റെ അമ്മ മമ്മി. ഇപ്പം ഏകദേശം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സാറ്റർഡേ എഫക്റ്റ് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വണ്ടി നിർത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരെ നിർത്തിയിട്ട് നമ്മൾ ഈ TNU ലിഷർ ഹോട്ടലിലായിരുന്നു ലഞ്ച് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ അകത്ത് കയറിയിട്ട് അവിടുത്തെ മെനു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. ഇനി മാക്സിമം നോൺ വെജൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക പൊതുവെ ഈ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ പോയി കഴിഞ്ഞ്. പക്ഷെ നമുക്കൊന്ന് നോക്കാം. ഒരു റേഡിയോ ജോക്കിയുടെ കഥയാണ്. അതായത് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെല്ലാം മൂന്നാറിലുള്ള തേയിലത്തോട്ടങ്ങൾ ഫുള്ള് വിസിബിൾ ആവുന്ന ഒരു രീതിയിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഓർഡറിങ്ങൊക്കെ ചെയ്തിട്ട് അറൗണ്ട് 30 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഏകദേശം ക്ഷമയൊന്നും ഇല്ലാണ്ട് ഇതിലേക്ക് ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് വരാൻ വേണ്ടി ഞങ്ങൾക്കും നന്നായി വിശന്നു തുടങ്ങി. പിന്നെ പതുക്കെ ഫുഡൊക്കെ വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ നേരമായി. മൂൺവാലി ബോട്ടിംഗ് സെൻറ്ററിലൊക്കെ നമുക്ക് കയറണമെന്നുണ്ടായിരുന്നു. ട്രാഫിക്കിൻ്റെ ഒരു ലെവൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എവിടെയും നിർത്തിയിട്ടില്ല. എങ്ങനെയെങ്കിലും 5 മണിയുടെ മുന്നേ ചെക്ക് പോസ്റ്റ് കിടക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ നൈറ്റിലെ സ്റ്റേ വട്ടവട ഫോറസ്റ്റിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ അത് ഈ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നിരങ്ങി ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. ഇടയിൽ കിട്ടുന്ന ഈ ഫ്രീ ടൈമാണ് ഇങ്ങനെ ഇതേ സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. അങ്ങനെ ട്രാഫിക്കിൽ കുറച്ച് തടവി ഞങ്ങൾ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും വട്ടവട കയറി. ഇനി ഫുള്ള് ഫോറസ്റ്റിലേക്കുള്ള റൂട്ടാണ്. നമ്മൾ ഭയങ്കര കെയർഫുള്ളി ഡ്രൈവ് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. സ്റ്റേ ആണെങ്കിൽ സ്റ്റേ വിട്ടിട്ട് എങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമ്മളെല്ലാവരെയും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങാൻ ചെയ്യരുതമ്മേ, വണ്ടി ഓഫാക്കരുത്, ഇറങ്ങരുത്, ഇറങ്ങാൻ പാടില്ല. പോതറക്കുഴികൾ ഉണ്ടാകും. അതാ പറഞ്ഞത്, നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്ന ആനകളൊന്നും ചെയ്യില്ല. ഒറ്റയ്ക്ക് വരുന്ന അതിന്റെ ഇടയിൽ വീടുകളും അത് വീടല്ല, ഫോറസ്റ്റ്
ചെക്കിംഗ് പരിപാടികളോ പ്രകൃതി പാമ്പാടും ചോര പ്രകൃതി പഠന കേന്ദ്രം പക്ഷി നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ടാവും അമ്മേ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നുണ്ടാവില്ല എന്തൊരു പെരുത്ത സാധനം വലിയത് കാട്ടുപോത്ത് കേട്ടോ ഭാഗ്യം നമുക്ക് എനിക്ക് ഇതുപോലെയാണ് പേടി. ഞങ്ങൾ ഈ റൂട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കാട്ടുപോത്ത് മുമ്പിൽ വന്ന് പെട്ടു. ഒന്നല്ല 3 എണ്ണം ഉണ്ടായിരുന്നേ. അപ്പം കാട്ടുപോത്തിനെ കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ ഞങ്ങൾ ക്യാമറയൊക്കെ ഓണാക്കാൻ മറന്നു. അപ്പോഴാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും എടുക്കുന്നത് അത്ര പറ്റുന്നൊരു കാര്യമില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ നീണ്ടൊരു ട്രാഫിക്കൊക്കെ കടന്നിട്ട് ഞങ്ങളുടെ സ്റ്റേക്കേഷനിലേക്ക് എത്തി. സഹാരി വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേക്കേഷനാണ്. ഒരു 2 നില ഒരു നോർമൽ വീട്. അത് കാട്ടിൻ്റെ ഉള്ളിലുള്ള വീടാണ്. നല്ല തണുപ്പാണ്. തണുത്തിട്ട് കാല് നിലത്ത് വെക്കാൻ വയ്യ, അത്രയും തണുപ്പാണ്. അപ്പം അതിൻ്റെ ആൾക്കാരൊക്കെ ജസ്റ്റ് ഞങ്ങൾ വന്ന് കണ്ട് അകത്തോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു മാഡം ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി. ഞങ്ങൾ ഇന്നൊന്ന് സെറ്റാക്കണം അകത്തൊക്കെ. വില്ലയുടെ പിന്നിലായിട്ട് ഇതുപോലെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ ഞാൻ നിന്ന് ഇതൊക്കെ ചുറ്റി നോക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഇവർ താഴ്ന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അട്ടയുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ താഴത്തെ വീട്ടിൽ റെഡിയാക്കാൻ പോവാണ്. അതിനൊരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, ബാത്റൂം, ഇത്രയാണ് അതിൻ്റെ കണ്ടൻസ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി ഒന്ന് അൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഡിന്നർ എന്താണെന്ന് തീരുമാനിക്കാം. അപ്പം സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. അത് കഴിഞ്ഞ് ഇതുപോലൊരു ഹാള്, അതിലൊരു ദിവാനുണ്ട്, ഒരു സിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഒരു കോഫി കോർണർ ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല ഡീസൻ്റായിട്ട് ഒരു ഹീറ്ററൊക്കെ ഉള്ള ബാത്റൂമാണ്. പിന്നെ ഒരു ബെഡ്റൂമും ഉണ്ട്. നോക്കി
ഞങ്ങൾ ഏകദേശം 1 വർഷത്തിൻ്റെ മേലെയായി ഫാമിലി ഇതുപോലൊക്കെ ഒരു ഗ്യാതറിങ്ങിന് പോയിട്ട്. എസ്പെഷ്യലി ഈ നോ കുക്കിംഗ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ അത് ഭയങ്കര എസെൻഷ്യലായി തോന്നി. അപ്പോൾ ജോലിയുടെ ഭയങ്കര തിരക്കുകളുടെ ഇടയിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ്. ഇനി ഒരു എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ ഒരുമിച്ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെയാണ് ഈ ട്രിപ്പിനെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് മാറ്റുന്നത്. അതിപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഒരു ചായക്കടയ്ക്ക് പോയാലും സന്തോഷമെന്ന് പറയില്ലേ, അതാണ് കാര്യം. ദേവട്ടാ വെള്ളം വേണം. അതിരിക്കും. വട്ടവട ചിക്കൻ, വട്ടവട വെജ് കറി, പൊടിമാസ്, പൊറോട്ട, എത്ര ഡിഗ്രി ഗൂഗിളിലുണ്ടാവും, ഫോണിൽ നോക്കി അറിയാം ഡിഗ്രി. 19 ഡിഗ്രി. വെറുതെ AC ഇട്ട മാതിരി. നമ്മൾ AC ഇട്ട മാതിരി, നമ്മൾ AC കൂടി പറ്റില്ല. എത്ര കഷ്ടപ്പെട്ടാലും ചേട്ടൻ എനിക്ക് ഉറപ്പാണ്. തോറ്റം സംബന്ധിച്ച തണുപ്പ് കാറ്റ്. എന്റെ അമ്മേ, ഫുൾ മൂവി പറയണം, പറ്റില്ല, കറക്റ്റ് ആയിട്ട് പറയണം. ഇല്ല ഫുൾ നെയിം ആയില്ല, ഫുൾ ആയില്ല.